സുഹൃത്തുക്കളെ, VFPCK സ്വയാശ്രയ കർഷക സമിതിയുടെ പ്ലാപ്പള്ളിയിലെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാം നിർവഹിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഒരു ചടങ്ങ് പൂർത്തീകരിക്കും. ഇതിനുവേണ്ടി ഉള്ള ഒരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത്. പ്ലാപ്പള്ളി ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ ചെണ്ടമേളവും ആർപ്പുവിളിയുമായി ബ്രിജേഷ് എബ്രഹാമിനെ തിരക്കി നിൽക്കുകയാണ്. ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വന്നെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഉദ്ഘാടന പരിപാടിയിലേക്ക്, ആ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മന്ദിരത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് ബഹുമാനീയനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാം അവരുകൾ നിർവഹിക്കുകയാണ്. നമ്മുടെ ഓഫീസിൻ്റെ ശിലാഫലകം ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ബഹുമാനീയനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാം അവരെ ക്ഷണിച്ചുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ മനോഹരമായ ഈ ചടങ്ങ് നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. ഈ വിപണിയുടെ പ്രസിഡന്റ് ശ്രീ ഉണ്ണകൃഷ്ണൻ നായർ സാറ്, നമ്മുടെ ഈ പകൽ സമ്മേളന മന്ദിര സമർപ്പണം ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനീയനും ആദരണീയനുമായ വെട്ടിക്കവല ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം അഡ്വക്കേറ്റിൻ്റെ സ്നേഹിതൻ കൂടിയായ ശ്രീ അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാം, വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ അസീസ് തലച്ചിറ, സ്വയാശ്രയ കർഷക വിപണി പ്ലാപ്പള്ളി ഇന്ന് 15 വർഷത്തിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് ഒരാസ്ഥാന മന്ദിരത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. നമ്മൾക്കറിയാം, ഈ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുവാന് എന്തെല്ലാം
പണിപ്പെട്ടു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. നമുക്ക് ഏകദേശം 11 സെന്റ് സ്ഥലം ഈ പ്രാപ്പള്ളി വിപണിയുടെ പേരിൽ തന്നെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും കൃഷിക്കാരുടെയും വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരുടെയും സഹകരണത്തോടും സഹായത്തോടും കൂടി നമുക്ക് 11 സെന്റ് സ്ഥലം റാഹേലമ്മ ടീച്ചറിൽ നിന്ന് വാങ്ങുവാനിടയായി. ടീച്ചറെ പലരും കൂടി വില പറഞ്ഞിട്ട് പോലും നമ്മുടെ പ്രദേശത്ത് നമുക്ക് ഇതേമാതിരി ഒരു കെട്ടിടം ആവശ്യമാണെന്ന് കരുതിക്കൊണ്ട് നമുക്ക് 11 സെന്റ് സ്ഥലം വിലയ്ക്ക് നൽകുകയുണ്ടായി. എന്നാൽ വിലയ്ക്ക് നൽകിയതിന് ശേഷം നമുക്കിവിടെ കെട്ടിടം വേണമല്ലോ, സ്ഥലം മാത്രം പോരായല്ലോ എന്ന് കരുതി ഇതിന്റെ ആവശ്യകതയായിട്ട് BAPCKയുടെ ഉദ്യോഗസ്ഥന്മാര് പലവട്ടം നമ്മൾ സമീപിച്ചു. പല രീതിയിൽ അവരെ വസ്തു അവരുടെ പേരിൽ എഴുതി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവര് കെട്ടിടത്തിന് ഫണ്ട് തരാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. എന്നാൽ വളരെയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഈ വർഷങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. കാരണം ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഓരോ നൂനാമാലകൾ പല രീതിയിൽ വന്ന്, എന്നാൽ നമുക്ക് ഒരു ആസ്ഥാന മന്ദിരം അവരിൽ നിന്ന് ലഭിക്കും എന്ന് നമ്മൾ കരുതിയിരുന്നില്ല. എന്നാൽ വെട്ടിക്കോല പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുണ്ട്, ഇപ്പോഴത്തെ പ്രസിഡന്റുണ്ട്, നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ അംഗമുണ്ട്, അതുപോലെ വെട്ടിക്കോല ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് സാമ്പത്തിക സഹായങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെയും ഈ വിഷയം നമ്മൾ അവരോട് ഇതിന്റെ മുൻ ഭരണസമിതിയും ഇപ്പോഴത്തെ ഭരണസമിതിയും വളരെയേറെ ആകോരാത്രം ജോലി ചെയ്ത് അതിലെ അംഗങ്ങളെ ഗ്രൂപ്പിന്റെ ഭരണസമിതി അംഗങ്ങളെ ഒക്കെ പ്രയത്ന ഫലമായിട്ട് നമുക്കിവിടെ കെട്ടിടം വേണമെന്ന് ആവശ്യപ്പെടുകയും ഈ വിഷയം ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാമിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് നമ്മുടെ BAPCKയുടെ നമ്മുടെ ഇവിടുത്തെ ദീപ്തി മാഡത്തിന്റെ ഒക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഏകദേശം 15 ലക്ഷത്തോളം രൂപ അനുവദിക്കുകയും അതിമനോഹരമായ ഒരു കെട്ടിടം നമുക്കിവിടെ പണിയുവാൻ കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ വിപണി ഏകദേശം 10 ഗ്രൂപ്പുകളാണ് ഇതിന്റെ പ്രവർത്തനവുമായിട്ട് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ആ ഗ്രൂപ്പുകളുടെ സഹായത്തോടും ഇവിടുത്തെ നല്ലവരായ കൃഷിക്കാരുടെയും സഹകരണത്തോടും കൂടിയൊക്കെയാണ് ഇതേമാതിരി നമുക്കൊരു സംരംഭം ഇവിടെ ഉണ്ടാക്കുവാൻ ഇടയായത്. നമുക്കറിയാം ഈ വന്ന കാലഘട്ടങ്ങളിൽ നാം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില വിപണിയിൽ നിന്ന് ലഭിക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കി കൃഷിക്കാർക്ക് മാന്യമായ വില ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിപണി ബുധനും ശനി ദിവസങ്ങളിൽ രാപ്പള്ളി പ്രദേശത്ത് എല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തന്മൂലം ഈ നാട്ടിലെ കൃഷിക്കാർക്ക് വെട്ടിക്കോല പഞ്ചായത്തിന്റെയും ഉമ്മന്നൂർ പഞ്ചായത്തിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും ഒരു സംഗമ കേന്ദ്രമാണ് ഈ പ്രദേശം രാപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പ്രദേശങ്ങളിലെയും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങള് നമ്മുടെ ഈ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് വിപണനം നടത്തി ഇടനിലക്കാരില്ലാതെ നല്ല വിലകൾ കഴിഞ്ഞ ഒരു വർഷത്തെ ടേൺ ഓവർ നമ്മൾ പരിശോധിക്കാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 75 ലക്ഷം രൂപയുടെ വിപണനം നമ്മുടെ ഈ വിപണി മൂലം ഇവിടെ നടക്കുകയുണ്ടായി. അപ്പൊ നമുക്കൊരു ആസ്ഥാനവും ഇങ്ങനെ ഒരു സംരംഭവും ഉണ്ടായതിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഏറ്റെടുത്ത് നടത്തുവാൻ കഴിഞ്ഞത്. ഇതിന് പിന്നിൽ നല്ലവരായ നാട്ടുകാരുടെയും കൃഷിക്കാരുടെയും നല്ല സഹകരണവും ഉണ്ടായത് കൊണ്ടാണ് ഇതേമാതിരി നമുക്ക് ഒരു കെട്ടിടത്തിന്റെ മുമ്പിൽ ഇതേമാതിരി നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുകൂടുവാനുണ്ടായ ഒരു സാഹചര്യം. അതിന് വളരെയേറെ അഭിനന്ദിക്കുകയാണ്. ഈ കാര്യങ്ങളിൽ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയുമാണ് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ്. പ്ലാപ്പള്ളി സ്വാശ്രയ കർഷക സമിതിയുടെ പുതുതായി പണി കഴിപ്പിച്ച മന്ദിര ഉദ്ഘാടന വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഈ സമ്മേളനത്തിന്റെ ഈ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുന്ന അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാം അവர்கள், BAPCKയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന BAPCK ഡെപ്യൂട്ടി മാനേജർ ട്രെയിനിങ് വിഭാഗത്തിന്റെ
ഷാജു തോമസ് സാർ വളരെ സമയബന്ധിതമായി പറഞ്ഞ കാലയളവിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇനി സ്വന്തം ഈ പ്ലാപ്പള്ളി പ്രദേശത്തിന്റെ ഓരോ കർഷകന്റെയും സ്വത്തായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിപണി ഇന്ന് പ്ലാപ്പള്ളി പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മന്നൂരിന്റെയും വെട്ടിക്കവലയുടെയും കൊട്ടാരക്കരയിലെയും ഒക്കെ കർഷകരുണ്ട്. അവർക്കെല്ലാം അഭിമാനത്തോടുകൂടി പറയാം, ഇത് എന്റെയും കൂടെ സ്ഥലമാണ്, എന്റെയും കൂടിയുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് പറയാം. നമുക്ക് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ബുധനും ശനിയിൽ നടക്കുന്ന മാർക്കറ്റ് ഇതിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് സ്വല്പം കുറച്ചുകൂടി സംവിധാനങ്ങളിലൂടെ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇപ്പോഴത്തെ വെയിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരു ടാർപ്പയെങ്കിലും നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് കെട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് കാർഷികോൽപ്പന്നങ്ങൾ കൊണ്ടുവരാനും നാട്ടുകാരെ, കൃഷിക്കാരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. 15 ലക്ഷം മുടക്കിയെങ്കിലും ഒരു 50 ലക്ഷം രൂപയുടെ ഉദ്ഘാടനത്തിൻ്റെ ആഘോഷമാണ് നിങ്ങൾ ഇവിടെ നടത്തിയത് എന്നുള്ള കാര്യം ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ അന്നൊരു 10 ലക്ഷം രൂപ ചോദിച്ചായിരുന്നെ അതുകൂടെ അങ്ങ് തന്നേനെ. കാരണം നിങ്ങൾക്ക് ഇതിൽ ആ ഒരു സന്തോഷം, ഇങ്ങനെ കെട്ടിടം വന്നതിനുള്ള സന്തോഷം ഈ ഉദ്ഘാടന ചടങ്ങിൽ കൂടെ നമ്മളെല്ലാം നേരിട്ട് കാണുന്നതാണ്. കാരണം കർഷകർക്ക് ഒരു സമർപ്പണം അവർ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇവിടെ പക്ഷേ 1-2 കുറവുകൾ ഇനി ഉണ്ട്. അത് ഞാൻ മെമ്പറോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, വല്ല ഫണ്ട് വല്ലതും കിടപ്പുണ്ടോ, നമുക്ക് ഈ ഒരു ഷെഡ് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അത് ഫണ്ട് വെക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലും ഒരു തുടക്കം ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞ പോലെ 5 നിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 5 നില വേണമെങ്കിൽ ഇതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് പണിയാൻ പറ്റും. ഇപ്പം പഞ്ചായത്തിൻ്റെ കാലാവധി തീരുമെങ്കിലും ഇനിയും പഞ്ചായത്തിൻ്റെ കാലാവധി വീണ്ടും വരും. അവരെയും കൊണ്ട് നമ്മൾ ചെയ്യിക്കാം എന്നുള്ളൊരു ഉറപ്പേ നമ്മൾ പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എല്ലാവരും മന്ത്രിയെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെക്കാട്ടിലൊക്കെ ഉപരി നിങ്ങളുടെ ഒരു അധ്വാനം കൊണ്ട് ഇതിന് ചുറ്റുമതിൽ നിർമ്മിച്ചു എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതൊരു വലിയ കാര്യമായിട്ട് എനിക്കിപ്പോൾ തോന്നി. അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇപ്പം സ്കൂളിലൊക്കെ ഒത്തിരി ഫണ്ടുകൾ കൊടുക്കും, അതിൽ നിന്നൂടെ ഒരു 10 കൂടെ എടുത്ത് നിങ്ങൾക്ക് തന്നായിരുന്നെങ്കിൽ ഒരു വലിയ സന്തോഷം എനിക്കും നിങ്ങൾക്കും ഉണ്ടായി പോയേനെ എന്നുള്ള കാര്യം. പക്ഷെ നേരത്തെ കൊടുത്തുപോയി. അവസാനമാണ് ദീപ്തിയും നമ്മുടെ ഉണ്ണികൃഷ്ണ സാറൂടെ ഭാരവാഹികളെ ജോയിക്കുട്ടി ഉൾപ്പെടെ വീട്ടിൽ വന്ന് എന്നോട് ഇങ്ങനെ ഫണ്ട് വേണം എന്ന് പറഞ്ഞ് ആദ്യം 10 ചോദിച്ചു. എന്നാലും 30 ചോദിക്കണ്ടേ, ഒരു 10 ചോദിച്ചു. 10 ചോദിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 5 കൂടെ കൂട്ടണോ പറഞ്ഞു, അങ്ങനെ 15 ആക്കി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വലിയ ഒരു സ്വീകരണത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയുക. നമ്മുടെ കൃഷിക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് വിശദീകരിക്കുക. കാരണം നമ്മുടെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, കൃഷിക്കാരാണ് നമ്മുടെ ഈ നാടിൻ്റെ നട്ടൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്ലാപ്പള്ളി, എൻ്റെ ഡിവിഷനിൽ 8ഓളം വിപണികൾ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ടേൺ ഓവർ 75 ലക്ഷത്തോളമേ ആയിട്ടുള്ളൂ. നമ്മുടെ പ്ലാപ്പള്ളി വിപണി എന്ന് പറയുന്നത് 3 പഞ്ചായത്ത്, 3 പഞ്ചായത്തിൻ്റെ ഒരു നടുഭാഗം വരുന്ന ഒരു കേന്ദ്രമാണ് പ്ലാപ്പള്ളിയിലെ വിപണി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കൃഷിക്കാർക്ക് നമുക്കറിയാം നേരിടുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം, കാട്ടുമൃഗങ്ങളുടെ ശല്യം, അങ്ങനെ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ കൃഷിക്കാർ നേരിടുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരു വർഷം ഒരു വാഴയെ പരിപാലിച്ച് അതിൻ്റെ കൊല കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക്
വില കിട്ടുന്നില്ല എന്നുള്ളൊരു പരിതാപകരമായ ഒരു കാര്യമായിരുന്നു. എനിക്ക് കൂടുതൽ റബ്ബർ കൃഷി ആയതുകൊണ്ട് കുറച്ചൊക്കെ ഈ വാഴ കൃഷിയൊക്കെ ഉണ്ട് വീട്ടിലേക്ക് കഴിക്കാനുള്ളത്. പക്ഷേ ഈ ഒന്നിച്ച് ഈ പൂവൻ കൊല വെക്കുന്നവർ ചിലപ്പോൾ ഒന്നിച്ച് ഒരുമിച്ച് അങ്ങ് പഴകും. അപ്പം ഞാൻ കടയിൽ തൊട്ടടുത്തുള്ളൊരു കടയിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. കൊടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം. കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കൊല തൂക്കി 3 ദിവസം അങ്ങ് പഴുക്കും. അപ്പോൾ 15 രൂപ 12 രൂപ കിലോയ്ക്ക് പൂവൻ കൊലയ്ക്ക് കിട്ടുന്നെങ്കിൽ, അനുവസരമായിട്ട് പറഞ്ഞാണ്, കൊലയ്ക്ക് കിട്ടുന്നെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഈ ഒരു പടല പഴം വാങ്ങിക്കാൻ ഞാൻ ആ കടയിൽ തന്നെ ചെല്ലും. അപ്പോൾ അദ്ദേഹം പറയുന്നത് കിലോയ്ക്ക് 60 രൂപയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ കൃഷി 1 വർഷം കാത്തു സൂക്ഷിച്ച് കൊണ്ട് കൊടുത്ത് കിലോയ്ക്ക് 12 രൂപ വെച്ച് അല്ലെങ്കിൽ 13 രൂപ അല്ലെങ്കിൽ 15 രൂപ മാക്സിമം തന്ന് 3 ദിവസം അവിടെ തൂക്കിയിടുമ്പോൾ അത് പഴുക്കുന്നു. ഒരു ജോലി അദ്ദേഹം ചെയ്യുന്നില്ല, തൂക്കിയിടുക, പലയിടത്ത് തൂക്കിയിടുക എന്നുള്ള ഒരു ഒറ്റ ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4ാമത്തെ ദിവസം ചെന്നിട്ട് 1 കിലോ ചോദിക്കുമ്പോൾ 60 രൂപ. അപ്പോൾ അവിടെ ചൂഷണം ചെയ്യപ്പെടുന്ന ആരാണ്? നമ്മുടെ കൃഷിക്കാരാണ്. അപ്പോൾ അതിനൊരു വലിയ ഒരു മാറ്റം ഈ വിപണികൾ വന്നതോടുകൂടി ഉണ്ടായി എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു വില, കമ്പോള നിലവാരത്തിലുള്ള ഒരു വില നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൃഷി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ, കൃഷിക്കാരില്ലെങ്കിൽ പിന്നെ ഇന്ത്യ മഹാരാജ്യം എന്താണ്? കൃഷിയിൽ ഊന്നി. ഇന്ത്യയൊന്നും അല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കും ഇന്ത്യയിലാണ് കൃഷിയെന്ന്. ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് അമേരിക്കയിലാണ്, അത് തന്നെ ഇസ്രയേലിലാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. ഏറ്റവും വികസിത രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൃഷികൾ നടത്തുന്നത്. അത് ഹൈടെക് രീതിയിലാണ്, നമ്മൾ സാധാരണ മണ്ണിൽ ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ത് തന്നെ ആയാലും കൃഷിക്കാരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതിൻ്റെ 75% കൃഷിക്കാർ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആയുധ കച്ചവടം എന്നൊക്കെ പറയുന്നത്. ഞാൻ കൂടുതലും പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപാടിയുള്ളതാണ്. ഈ പാർട്ടിയുടെ ഒരു പരിപാടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് 6 മണിക്ക്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഈ പ്ലാപ്പള്ളിയിലെ ഈ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം. നിങ്ങൾ ഈ 15 ലക്ഷം 2 മുറിയേ ഉള്ളൂ എന്ന് വിചാരിച്ച് ചീത്ത വിളിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെക്കുന്ന 15 ലക്ഷത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു വീട് വെക്കാം. പക്ഷെ ഗവൺമെൻറ് തലത്തിൽ വരുമ്പോൾ അത് ഏറ്റവും ലോവസ്റ്റ് ഇട്ടാണ് ആ കോൺട്രാക്ടർ പിടിക്കുന്നതും. പിന്നെ അതിൻ്റെ പുറത്ത് 18% GST വരുന്നതും. ഇപ്പോൾ 15 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു 7 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന് പണിയുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ടാക്സ് അതിൻ്റെ ലോവസ്റ്റ് കിട്ടും. അപ്പോൾ ഈ TV-യിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണും, ദാണ്ട് എഴുതി വെച്ചിരിക്കുന്നു 20 ലക്ഷത്തിൻ്റെ വെയിറ്റിംഗ് ഷെഡ് ഇതാ ഇരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ അടിയിട്ട് കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്ന് പറയും. പക്ഷേ യഥാർത്ഥ കണക്ക് ഇതാണ്. കാരണം നമ്മുടെ ഏറ്റവും കുറഞ്ഞ ഈ ടെൻഡർ വിളിക്കുന്ന ആൾക്കാണ് അത് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് GST വരും, ടാക്സ് വരും, എല്ലാം കൂടെ അവസാനം കഴിയുമ്പോൾ ഈ 15 ലക്ഷം രൂപയ്ക്ക് പണിയണമെങ്കിൽ ഞാൻ 28 ലക്ഷം രൂപയെങ്കിലും അടങ്കൽ തുക വെക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നല്ലൊരു കോൺട്രാക്ടറാണ്. അദ്ദേഹം നല്ല രീതിയിൽ അതിനകത്ത് തന്നെ പണിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 2 മുറിയേ ഉള്ളൂ എന്നാരും കുറ്റം പറയരുത്, എന്നെയും കുറ്റം പറയരുത്, വേറെ ആരെയും കുറ്റം പറയരുത്. തീർച്ചയായിട്ടും ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 5 ലക്ഷം രൂപ 5 നിലയ്ക്കുള്ള ബേസ്മെന്റ് ഇട്ടിട്ടുണ്ട്. നമ്മളിത് മേലോട്ട് പണിയും. നേരത്തെ ഞാൻ ഉണ്ണിസാറോട് സംസാരിക്കുമ്പം ഏതൊരു കാര്യം നമ്മൾ തുടക്കം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ അയ്യം കാട് പിടിച്ച് തന്നെ ഇവിടെ കിടന്നുകൊണ്ടിരിക്കും, ആരും ശ്രദ്ധിക്കത്തില്ല. അത് ഇതുപോലെ തന്നെ വർഷങ്ങൾ ഇങ്ങനെ കിടക്കും. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഒരു ചുറ്റുമതിൽ നിങ്ങളുടെ സഹായം, നിങ്ങളാണ് ഇതിനകത്ത് കോൺട്രിബ്യൂട്ടർ എന്നെക്കാട്ടിയും കൂടുതൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം, സ്ഥലം വാങ്ങിക്കാനേ അതുപോലെ തന്നെ ചുറ്റുമതിൽ കെട്ടാനേ. അപ്പോൾ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ കർഷകരാണ് ഇതിനകത്ത് പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വലിയൊരു അഭിമാനത്തിൻ്റെ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതിന് മുന്നോട്ട് നേരത്തെ പറഞ്ഞ കാട് പിടിച്ച് കിടക്കാതെ വളരെ വൃത്തിയായിട്ട് ഈ കോമ്പൗണ്ട് നമ്മൾ സൂക്ഷിക്കുന്നു. ഒരു ഷെഡാണ് ഇവിടെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അതിനുള്ള നടപടികൾ ഇപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ടൊന്നും സാധിക്കുന്നില്ല. മന്ത്രിയോടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് വരുമ്പോൾ ആരാണെന്ന് വെച്ചാൽ അവരോട് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഷെഡൂടെ പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാല ആവശ്യത്തേക്കുള്ള കാര്യമായി. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു അഭിമാനമായി ഞാൻ ഈ
ഈ ഉദ്ഘാടനത്തെയും ഇതിൻ്റെ കെട്ടിടത്തെയും ഒക്കെ ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും പിലാപ്പള്ളിക്ക് കൃഷിക്കാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ മന്ദിരം നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു. ഇടിക്കവല ഗ്രാമപഞ്ചായത്തിൻ്റെയും ഉമ്മന്നൂർ പഞ്ചായത്തിൻ്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും 3 ഭാഗങ്ങളും ഒരുമിച്ച് കൂടുന്ന പിലാപ്പള്ളി ജംഗ്ഷനിൽ ധാരാളം കൃഷിക്കാർ, ചെറുതും വലുതുമായ കൃഷി നടത്തുന്ന കൃഷിക്കാർ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഉപജീവനമാർഗവും നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാന സ്രോതസ്സുമൊക്കെ കൃഷിയായിരുന്നു. മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാർ അത് നല്ല രീതിയിൽ പൊന്നാക്കി വിളയിച്ചെടുത്തിട്ടുള്ള കൃഷിക്കാർ ഒരു അടിസ്ഥാനം ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. മഹത്തായ ഈ വിപണിക്ക് ഈ സ്ഥാപനം കെട്ടിടം തുറന്നു നൽകിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർഷകരാണ് ഈ നാടിൻ്റെ സമ്പത്ത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യാനന്തരം ജയ് വിളിച്ച 2 വിഭാഗമാണ്. ഒന്ന് ജയ് കിസാൻ, ജയ് ജവാൻ. അത് ഏത് രാജ്യവും കാർഷിക മേഖലയെയും കാർഷിക അഭിവൃദ്ധിയെയും ഏറെ സ്നേഹിക്കുന്നു. ആ രാജ്യത്തിൻ്റെ സമ്പത്തും അതിൻ്റെ വളർച്ചയും അഭൂതപൂർവമായ മേഖലയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറെ ബഹുമാനരായ കർഷകർ, ഞാൻ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് തൊട്ടടുത്ത സദാനന്ദപുരം വാർഡ് എന്ന് പറയുമ്പോൾ ഏകദേശം തൊട്ടുപ്പുറം വരെയാണ്. എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ സ്നേഹിക്കുന്ന, നേരിട്ട് അറിയാവുന്ന നല്ല മികച്ച കർഷകരാണ് ഉള്ളത്. ബഹുമാനായ മുൻ കൃഷിയുടെ ജില്ലാ ഓഫീസ് കൂടിയായ വേണു സാറ്, മനോജ് സാർ അടക്കമുള്ളവർ, അതുപോലെ നമ്മുടെ വിജയചേട്ടൻ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശങ്ങളിൽ വളരെ സുരേഷ് ബാബു അടക്കം ഏറ്റവും ഭംഗിയായി കാർഷിക മേഖലയെ സ്നേഹിക്കുകയും കാർഷിക അഭിവൃദ്ധി കൊണ്ട് അല്ലെങ്കിൽ കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്നവരുമാണ്. തൊട്ടപ്പുറമായ തെറ്റിയോട്, ഏലായൊക്കെ ഇന്ന് കാർഷിക സമൃദ്ധിയുടെ ഭാഗമാക്കി മാറ്റുവാൻ കഴിഞ്ഞു. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല എത്ര സജീവമാകുന്നുവോ ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ വീടുകളിൽ നമ്മളായിട്ട് തന്നെ വിളയിച്ചെടുക്കുന്നതായ വിഷരഹിതമായ പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും അതോടൊപ്പം തന്നെ മറ്റ് കൃഷി രീതികൾ, അത് ചേനയായാലും ചേമ്പായാലും കാച്ചിലായാലും കിഴങ്ങുവിളകൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെ വാഴപ്പഴങ്ങൾ ഉൾപ്പെടെ അത് തീർച്ചയായും നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ അത് വിഷരഹിതമായി കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായി. നിങ്ങൾക്കറിയുന്ന മാരകമായ രോഗങ്ങൾ പിടിപെടുന്നത് ഏറെയും 99% നമ്മുടെ ഭക്ഷണ രീതിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് 11-12 സെന്റ് സ്ഥലവും അതോടൊപ്പം തന്നെ കെട്ടിടം 15 ലക്ഷം രൂപയുടെ കെട്ടിടവും ഒക്കെയായി ഇന്ന് ഇവിടെ നിറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, അതായത് 15 വയസ്സുള്ള ഒരു സ്ഥാപനമായി ഈ പിലാപ്പള്ളി വിപണി മാറിയിരിക്കുന്നു. ഇനി ഇതിന്റെ വളർച്ച ചെറുതായി കാണുവാൻ കഴിയില്ല, ആ ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇപ്പോഴത്തെ മുതിർന്ന കർഷകർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട നമ്മുടെ പ്രദേശങ്ങളിലെ യുവ തലമുറകളെ കൂടുതൽ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, അവരെ കൂടുതൽ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ ഒട്ടനവധി പേരെ ആദരിച്ചപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അടുത്ത ഒരു പരിപാടിയിൽ ഈ പ്രദേശത്തെ യുവ കർഷകരെ കണ്ടുപിടിച്ചുകൊണ്ട് വിപണിയായിട്ട് അവരെ ആദരിക്കുന്ന ഒരു നടപടി സ്വീകരിക്കണം. അതുപോലെ യുവ വനിതാ കർഷകരെ തീർച്ചയായും അതൊക്കെ കൂടുതലായി കാർഷിക മേഖലയിലേക്ക് ആളുകളെ എത്തിക്കുവാനും അതോടൊപ്പം തന്നെ ഈ മേഖല, ഈ സ്ഥാപനം എന്നും ഇവിടെ നിറഞ്ഞ ഒരു ഒരുക്കത്തിന്റെ ഭാവത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായി മാറണം. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഒട്ടനവധി വിപണികൾ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ചുരുങ്ങിയ കാലം പ്രവർത്തിക്കുകയും എന്നാൽ ചിലത് അടയ്ക്കുകയും, എന്നാൽ ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലവൂരടക്കം, ചെങ്ങമനാടടക്കം, അഞ്ചലടക്കം ഒക്കെയുള്ള വിപണികൾ കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള വിപണികളും ആണ്. ഇവിടെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രദേശമാണെങ്കിൽ പോലും വളരെയധികം കാർഷിക സമൃദ്ധിയുള്ള പ്രദേശമാണ്. അപ്പോൾ യുവതലമുറയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖല സമ്പൽ സമൃദ്ധമാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ എല്ലാവിധമായ ഉന്നമനത്തിനും
നമ്മുടെ ഈ പറഞ്ഞ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തലമുറകളെ കൂടെ നിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ലൂക്കോസ് സാർ അടക്കമുള്ള ആളുകളാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നപ്പോൾ എന്നെ നേരിട്ട് വന്ന് അന്ന് കാണുകയും അന്ന് ഞാൻ അവർക്ക് അത്യാവശ്യം കുറച്ച് നിർദ്ദേശം കൊടുത്തതിന്റെ ഭാഗമായി അതിന്റെ ഡോക്യുമെന്റേഷൻ എല്ലാം കൊണ്ടുവന്നു. ആ ഡോക്യുമെന്റേഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാമിനെ ഏൽപ്പിക്കുകയും തുടർന്ന് ജില്ലാ പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് 15 ലക്ഷം രൂപ അനുവദിക്കാൻ കഴിഞ്ഞത്. വരും കാലങ്ങളിലും വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മുൻവശം മുഴുവൻ ഇന്റർലോക്ക് വാങ്ങി ഒരു ഷെഡും കൂടെ ചെയ്തു കഴിയുമ്പോൾ പൂർണ്ണതയുള്ള മനോഹരമായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയെ നമുക്ക് ലഭിക്കും. അങ്ങനെ നിറഞ്ഞ സന്തോഷത്തിലും സമാധാനത്തിലും നിൽക്കുന്ന ഏറ്റവും ഉത്തരവാദിത്വത്തോടും കൂട്ടുത്തരവാദിത്തോടും പ്രവർത്തിക്കുന്ന നല്ല ഒരു പറ്റം കർഷകരും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലാഭേച്ഛയില്ലാതെ ഈ പ്രദേശത്തെ കാർഷിക മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി സേവന തൽപരരായ ആ അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ ധാരാളമായി കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ വിപണിയുടെ പുതിയ കെട്ടിടത്തിന് ഉദ്ഘാടന സമ്മേളനത്തിന് എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിപണി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഏകദേശം 26 വിപണിയും 20 കളക്ഷൻ സെന്ററുകളും ഉള്ള ഒരു ജില്ലയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പഴം പച്ചക്കറികൾ വിറ്റഴിച്ച ജില്ല കൂടിയാണ്. കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ ഏകദേശം 48 കോടി രൂപയുടെ പഴം പച്ചക്കറികളാണ് ഈ 26 വിപണികൾ വഴി വിറ്റഴിച്ചത്. അതിൽ പ്ലാപ്പള്ളി വിപണി നമ്മൾ റാങ്കൊക്കെ എടുക്കുമ്പോൾ പുറകിൽ വരും എങ്കിലും എനിക്ക് തോന്നുന്നു കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു രൂപരേഖ എടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു മാനദണ്ഡം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 1-ാം സ്ഥാനത്താണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിനന്ദിക്കാം. കാരണം വളരെ 2000 കാരണം ഈ വിപണിയുടെ തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങൾ കാണുന്ന ഒരു VAPCK ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് 2009 കാലഘട്ടം തൊട്ട് ലൂക്കോസാറിന്റെ നേതൃത്വത്തിൽ കളക്ഷൻ സെന്റർ ആയിട്ട് നെടുവത്തൂരിൽ നിന്ന് നമ്മളിവിടെ തുടങ്ങുമ്പോൾ മുതൽ പല മീറ്റിങ്ങുകളിലും ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തുള്ള ഒരു നിശ്ചയദാർഢ്യം ഈ കർഷകരുടെ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നത്. കാരണം VAPCK സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതൊക്കെ മാറും. കാരണം കാലഘട്ടങ്ങളൊക്കെ മാറുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ സ്കീമുകളും പദ്ധതികളൊക്കെ വരാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അടുത്ത വർഷങ്ങളിലൊക്കെ നമ്മളത് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ് ഇന്നിവിടെ കണ്ടത്. അതിനകത്ത് VAPCK അഭിനന്ദിക്കാത്ത കാരണം നമ്മൾ ഈ സ്വാശ്രയ സംഘങ്ങളിൽ നിന്നാണ് സ്വയം കർഷകരെ പര്യാപ്തരാക്കി എടുക്കുക എന്നുള്ളതാണ് VAPCKയുടെ അടിസ്ഥാന ലക്ഷ്യം തന്നെ. അപ്പോൾ ആ ഒരു സ്വാശ്രയത്വത്തിലേക്ക് പ്ലാപ്പള്ളി വിപണി എത്തി എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ആ കൂട്ടായ്മയിലൂടെ നേടിയെടുക്കാനുള്ള ഒരു കഴിവ് ഇന്ന് ഈ ഒരു ചെറിയൊരു സമൂഹത്തിന്, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. കാരണം നമ്മളെ മറ്റു വിപണികളിലൊക്കെ അപേക്ഷിച്ചുമ്പോൾ നമ്മളുടെ കർഷകരുടെ എണ്ണവും കാർഷിക മേഖലയും ഒക്കെ പരിമിതമാണ്. അപ്പോൾ അത് സാധിച്ചു. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രവർത്തനം ആരംഭിച്ചത് VAPCK ഉദ്യോഗസ്ഥർ, ഒട്ടനവധി ഉദ്യോഗസ്ഥർ എനിക്ക് തോന്നുന്നു ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. സ്വാശ്രയ ഗ്രൂപ്പുകളിലൂടെ നമ്മുടെ ഉദ്യോഗസ്ഥരിട്ട ഒരു അടിസ്ഥാനം വളരെ നന്നായി എന്നാണ് തോന്നുന്നത്. കാര്യം ഒരു സ്വാശ്രയത്വത്തിലേക്കാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വിപണി എത്തിയിരിക്കുന്നത്. വിപണിയുടെ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ അവർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാം അവർ നമുക്ക് ഇത്രത്തോളം ഒരു വലിയൊരു വിപണിയെ കൊണ്ടുവന്ന് ദൈവം ഇടയാക്കി അതിന് നമുക്ക് വസ്തു വാങ്ങുവാൻ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ അംഗങ്ങൾ നല്ല സഹായമായിരുന്നു. ആ പ്രിയപ്പെട്ട എല്ലാവരും ഞാൻ അനുമോദിക്കുന്നു. അതുപോലെ നമ്മുടെ വസ്തുവകൾ നമുക്ക് കെട്ടിടം ആവശ്യമായിരുന്നു. അതിന് വേണ്ടി 15 ലക്ഷം രൂപ അനുവദിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാം സാറിനെ അനുമോദിക്കുന്നു. നല്ലവരായ നാട്ടുകാരെ, ഈ വിപണിയുടെ ഒരല്പം സംസാരിക്കുന്നതേ ഉള്ളൂ. ഈ വിപണി ആദ്യമായിട്ട് വസ്തു മേടിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ വിപണിയായിട്ട് സംസാരിക്കുകയും അന്നത്തെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്ന ഗോപാലകൃഷ്ണപിള്ള സാറിനെ പോയി കാണുകയും അദ്ദേഹം മന്ത്രിയെ പോയി കണ്ട് ഇത് മേടിക്കുന്നതിന് 10 ലക്ഷം രൂപ അനുവദിച്ച് തരുന്നതിന് വേണ്ടി റെക്കമെൻഡും ചെയ്തു എന്ന് പറയുകയും ഞാനും ലൂക്കോ സാറ്, എബ്രഹാം ചാന്, ജേക്കബ് ഞങ്ങൾ 4 പേരുടെ മന്ത്രിയെ നേരിട്ട് പോയി കണ്ടു. 10 ലക്ഷം രൂപ വസ്തു മേടിക്കുന്നതിന് അനുവദിച്ചതുമാണ്. എന്നാൽ
അത് കൊട്ടേഷൻ്റെ സമയം വന്നപ്പോൾ ഈ വസ്തു തന്നെ അന്ന് 80,000 രൂപ തരാമെന്ന് രാഘേലമ്മ ടീച്ചർ പറഞ്ഞ് സമ്മതിച്ച് 1000 രൂപ അഡ്വാൻസും കൊടുത്തതാണ്. കൊട്ടേഷൻ വന്നപ്പോൾ ഈ 80-ന് നമ്മുടെ കൂടെയുള്ളവൾ അവർ തന്നെ കൊട്ടേഷൻ ക്ഷണിച്ചപ്പോൾ അത് 1000 രൂപ കുറച്ചൊരു കൊട്ടേഷൻ വരികയും അതുകൊണ്ട് BFCKയുടെ നിയമപരമായ നടത്തിപ്പിന് അത് ആ കുറഞ്ഞ കൊട്ടേഷനെ അംഗീകരിക്കുമെന്ന് പറയുകയും ആ കൊട്ടേഷൻ നടപ്പിലാക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്ന അന്നത്തെ ജില്ലാ മാനേജർ പറയുകയും അന്ന് കമ്മിറ്റിയുടെ തീരുമാനവും സ്വാശ്രയ കർഷക വിപണിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ നായർ എസ് അവർകളെ, വേദിയിലുള്ള മറ്റ് പ്രിയമുള്ളവരെ, ഈ സമ്മേളനത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കർഷകരെ, നാട്ടുകാരെ, പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച നെടുവത്തൂർ വിപണിയുടെ ശാഖയായി ആരംഭിച്ച ഈ പ്ലാപ്പള്ളി സ്വാശ്രയ കർഷക വിപണി വളർന്ന് ഏതാണ്ട് ഒരു നല്ല ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇന്നത്തെ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ വേദിയിലുണ്ട് എന്ന് ഞാൻ ഈ സമയം പറയുവാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ ലൂക്കോ സാറാണ്. ലൂക്കോ സാറിനെ ഇവിടെ ആദരിച്ചു. സാറിന് ആദരവ് ഏറ്റുവാങ്ങുന്നതിന് താല്പര്യമില്ലാത്ത ആളാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ഒരുപാട്, ഒരു MLAക്കോ MPക്കോ ഒക്കെ ചെയ്യാൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്ത ബഹുമാനപ്പെട്ട ലൂക്കോ സാറിനെ ഞങ്ങൾ ആദരിക്കുന്നതിന് വേണ്ടി ലൂക്കോ സാർ അറിയാതെ തന്നെ ഇവിടുത്തെ പൗരപ്രമുഖരെ എല്ലാവരെയും ഞാൻ വിളിച്ചു ചേർത്ത് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് സാറിനെ ക്ഷണിക്കാനായിട്ട് പോയി. സാറ് നോ പറഞ്ഞു. സാറ് ആദ്യം സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ സാറിനോട് പറഞ്ഞു, ഉണ്ണി സാറിനോട് പറഞ്ഞു, ദയവായി ആ പരിപാടി റദ്ദ് ചെയ്യണം. വലിയ പരിപാടിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചത്. എന്നാൽ ഇന്ന് അതിൻ്റെ അവസരം ഉണ്ടായിരിക്കുന്നു. കാരണം ലൂക്കോ സാറിനെ നമ്മൾ ഈ നാട്ടിൽ ആദരിച്ചില്ല. നമ്മൾ ആരെയാണ് ആദരിക്കേണ്ടത്? ഈ വിപണിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വാശ്രയ സമിതിയുടെ ഭാരവാഹികൾ, ഈ വിപണിയുടെ ഏറ്റവും ശക്തിയായ നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ, ആരംഭിച്ച ഈ ദൗത്യം 2025 നമ്മൾ എത്തുമ്പോൾ നമ്മൾ ആരംഭിച്ച ആദ്യകാലത്തുള്ള നമ്മുടെ വേളയിൽ ഞാനൊരു അധിക പ്രസംഗത്തിന് മുതിരുന്നില്ല. കർഷകര് വളരെ വെല്ലുവിളികളോടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം, അതേപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന കർഷകർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനത്തിന് ഒരു മികച്ച വില ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഉതകുന്ന രീതികളാണ് ഇപ്രകാരമുള്ള കാർഷിക വിപണികൾ. സർക്കാർ തലത്തിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും ഒക്കെയുള്ള വളരെ നല്ല സപ്പോർട്ടാണ് കർഷകർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഷിക വിപണിക്ക് സ്വന്തമായ ഒരു ബിൽഡിംഗ്, ഒരു ആസ്ഥാന മന്ദിരത്തിന് മുൻകൈയെടുത്ത ഇതിന്റെ ആദ്യകാല പ്രവർത്തകൻ കൂടിയായ എൻ്റെ സീനിയർ ഉദ്യോഗസ്ഥൻ കൂടിയായ ലൂക്കോ സാറിനെ ഉൾപ്പെടെയുള്ളവരെ വളരെ അനുമോദിച്ചുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കും. നന്ദി. കൂടുതലായിട്ട് സഹായിച്ച എല്ലാ ആൾക്കാരെയും, പ്രത്യേകിച്ച് ലൂക്കോ സാറിന്റെ